ഓം ഹരി ഓം. ദശകം 21 9-ാമത്തെ ശ്ലോകം. ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡ മുഖ്യൈ ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. അർത്ഥം നോക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ. ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. സാഖ്യശാസ്ത്ര തത്വപ്രകാശങ്ങളും യോഗശാസ്ത്രപ്രകാശങ്ങളുമായ സ്തോത്രങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷി. ഇവിടെ ഈ ഭാരതവർഷത്തിൽ പ്രളയം വരെയും സുഹൃത്തുക്കളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും നരസഖ നാരായണഃ ത്വം ഭൂമൻ പരിപാഹി. നരനാകുന്ന സഖാവോടുകൂടിയവനുമായ നാരായണനാകുന്ന അങ്ങ് അല്ലയോ സർവവ്യാപിൻ, പരിരക്ഷിക്കണമേ. നരനാരായണന്മാരാണ് ഭാരതഖണ്ഡത്തിലെ ഉപാസ്യദേവന്മാർ. ഇനി ഇതിൽ പദം കുറിച്ച് നോക്കാം. ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡമുഖ്യൈസ്ത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യൈഹി ത്വം എന്ന് വായിക്കാം. സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. ആകൽപകാലം ഇഹ, അതാണ് ആകൽപകാലം ഇഹ സാധു ജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇതും എളുപ്പത്തിൽ നമുക്ക് വായിച്ചു പോകാൻ സാധിക്കും. ട്യൂണിൽ ചൊല്ലാം. ശ്രീനാരദേന സഖ ഭാരതഖണ്ഡമുഖ്യൈഃ. ശ്രീനാരദേന സഖ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാനഃ. ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇനി 10-ാമത്തെ ശ്ലോകം നോക്കാം. ഇങ്ങനെ ജംബൂദ്വീപിലെ 9 വർഷങ്ങളുടെയും പ്രസ്താവം കഴിഞ്ഞു. ഇനി പ്ലാക്ഷം മുതലായ ദ്വീപങ്ങളെയാണ് പറയുന്നത്. 10-ാമത്തെ ശ്ലോകം. പ്ലാക്ഷയർക്കരൂപമയീ ശാൽമല ഇന്ദുരൂപം. പ്ലാക്ഷയർക്കരൂപമയീ ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം. ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം. ക്രൗഞ്ജേംബുരൂപമഥ വായുമയം ച ശാഖേ. ക്രൗഞ്ജേ അംബുരൂപമഥ വായുമയം ച ശാഖേ. ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. അർത്ഥം നോക്കാം. പ്ലാക്ഷേ അർക്കരൂപം. അല്ലയോ ഭഗവാനെ, പ്ലക്ഷദ്വീപിൽ ആദിത്യസ്വരൂപനായും ശാൽമലേ ഇന്ദുരൂപം. ശാൽമലദ്വീപിൽ ചന്ദ്രസ്വരൂപനായും കുശനാമനി ദ്വീപേ വന്യരൂപം. കുശം എന്നു പേരായ ദ്വീപിൽ അഗ്നിസ്വരൂപനും ക്രൗഞ്ച അംബുരൂപം അത ശാഖേ വായുമയം ച. ക്രൗഞ്ചദ്വീപിൽ ജലസ്വരൂപനും ശാഖദ്വീപിൽ ആകട്ടെ വായുസ്വരൂപനും. പുഷ്കരനാംനി ബ്രഹ്മലോകം. പുഷ്കരം എന്ന ദ്വീപിൽ പരബ്രഹ്മസ്വരൂപനും അപി ത്വാം ലോകാ ഭജന്തി ആയ അങ്ങയെ ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു. ഇനി നമ്മൾ ഇങ്ങനെ പദം മുറിച്ച് നോക്കാം. പ്ലാക്ഷേ അർക്കരൂപമായി. പ്ലാക്ഷേ കഴിഞ്ഞിട്ട് ഒരു അടയാളമുണ്ട്. അത് ആ എന്നുള്ള അക്ഷരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇങ്ങനെ വായിക്കാം നമുക്ക്. പ്ലാക്ഷേ അർക്കരൂപമയി. രൂപം ഐ, അതാണ് രൂപമയി. ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം.
വഹ്നിയില വന്നി തന്നെ പറയണം. ക്രൗഞ്ചേ അമ്പുരൂപമത. ക്രൗഞ്ചേ അമ്പു എന്നുണ്ട്. ക്രൗഞ്ചേ അമ്പുരൂപം. അമ്പു പറഞ്ഞ വെള്ളം. ക്രൗഞ്ചേ അമ്പുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കര നാംനി ലോകാഹ. ഇനി ട്യൂണിൽ ചെല്ലാം. പ്ലാക്ഷേർ അർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം. പ്ലാക്ഷേ അർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം. ദീപേ ഭജന്തി കുശനാമനി വന്യരൂപം. ദീപേ ഭജന്തി കുശനാമനി വന്യരൂപം. ക്രൗഞ്ചേ അമ്പുരൂപമഥ വായുമയം ച ശാകേ. ക്രൗഞ്ചേ അമ്പുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ഇനി 11ാമത്തെ ശ്ലോകം. സർവൈ ധ്രുവാദിഭിരുടുപ്രകരൈർ ഗ്രഹൈശ്ച. സർവൈ ധ്രുവാദിഭിർ ഉടുപ്രകരൈർ ഗ്രഹൈശ്ച പുശ്ചാദികേഷ്വവയവേഷു അഭികൽപ്യമാനൈഃ. പുശ്ചാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ചിംചുമാരവപുഷാ മഹതാമുപാസ്യഃ. ത്വം ചിംചുമാരവപുഷാ മഹതാമുപാസ്യഃ. സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. ഇനി അർത്ഥം നോക്കാം. പുശ്ചാദികേഷു അവയവേഷു വാൽ തുടങ്ങിയ അതാത് അവയവങ്ങളുടെ അഭികൽപ്യമാന ധ്രുവാദിഭിഹി സ്ഥാനത്ത് സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സർവൈ ഉടുപ്രകരൈഹി സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹയിച്ച സൂര്യചന്ദ്രാദികളായ ഗ്രഹങ്ങളോട് കൂടിയവനും സന്ധ്യാസു ശിംശുമാരവപുഷ സന്ധ്യ തോറും മൂവന്തിക്ക് ശിംശുമാരത്തിൻ്റെ വെടിവുള്ളവനായിട്ട് മഹതാമുപാസ്യ യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുചായൻ പാലാഴിയിൽ പള്ളിക്കൊള്ളുന്നവനുമായ ത്വം മമ അവിടുന്ന് ഈ ഉള്ളവൻ്റെ നരകം രുന്ധി നരകത്തെ തടുക്കണമേ തടയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നരകത്തെ തടയുക എന്ന് പറഞ്ഞാൽ നരക സമാനമായ രോഗപീഠയെ ഇല്ലാതാക്കൂ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭൂമണ്ഡലത്തിൻ്റെ പ്രസ്താവത്തിന് ശേഷം ഈ ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെ പ്രസ്താവിക്കുന്നു. അവിടെ ഭഗവാൻ ഒരു ശിംശുമാരത്തിൻ്റെ ഒരു വലിയ മത്സ്യവിശേഷത്തിൻ്റെ രൂപം ധരിച്ച് അഭിവ്യാപ്തനാണ് എന്നും ശിംശുമാരത്തിൻ്റെ വാലിൻ്റെ സ്ഥാനത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ധ്രുവനക്ഷത്രവും മറ്റ് അവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകുന്നു എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഭട്ടതിരിപ്പാട് അവസാനം പറയാണ്, സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. എൻ്റെ നരകത്തെ ഇല്ലാതാക്കൂ ഭഗവാനെ. ഭാഗവതത്തിൽ നരകവർണ്ണനയുണ്ട്. ഇവിടെ ആ നരകവർണ്ണനയെ ഒരേ ഒരു നരകം എന്ന വാക്കിൽ കൂടെ ഒതുക്കിയിരിക്കുകയാണ്. കാരണം നാരായണീയം വായിക്കുന്നവർക്ക് നരകം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് താല്പര്യം എന്നാണ് മഹാത്മാക്കൾ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് പദം മുറിച്ച് നോക്കാം. സർവൈ ധ്രുവാദിഭിർ ഉടുപ്രകരൈർ ഗ്രഹൈശ്ച. സർവൈ ധ്രുവാദിഭിः ഉടുപ്രകരൈർ ഗ്രഹൈശ്ച. ഉടുപ്രകരെ പറഞ്ഞ നക്ഷത്ര സമൂഹങ്ങൾ എന്നർത്ഥം. പുശ്ചാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ. പുശ്ചാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ചിംശുമാരവപുഷാ മഹതാമുപാസ്യഃ. ത്വം ചിംശുമാരവപുഷാ മഹതാമുപാസ്യഃ. സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. ഈ ട്യൂണിൽ ചെല്ലാം. സർവൈ ധ്രുവാദിഭിർ ഉടുപ്രകരൈർഗ്രഹൈശ്ച. സർവൈ ധ്രുവാദിഭിः ഉടുപ്രകരൈർഗ്രഹൈശ്ച പുശ്ചാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ. പുശ്ചാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ചിംശുമാരവപുഷാ
महतामुपास्यः त्वं चिञ्चुमारवपुषा महतामुपास्यः सन्ध्यासुरुन्धि नरकं मम सिन्धुशायिन् सन्ध्यासुरुन्धि नरकं मम सिन्धुशायिन् सर्वै ध्रुवादिभिः उडुप्रकरैर्ग्रहैश्च पुश्चादिकेषु अवयवेषु अभिकल्प्यमानैः त्वं चिंशुमारवपुषा महतामुपास्य